നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇടതുഭരണമാകട്ടെ UDF ഭരണമാകട്ടെ കാലാകാലങ്ങളായി നമ്മൾ കാണുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഭരണമാണ്. 2016 അന്ന് UDF ഭരണത്തിന് പിന്നാലെ പിണറായി വിജയൻ അധികാരത്തിലേറുന്നു. UDF ഭരണകാലത്തെ ഒട്ടനവധി അഴിമതി കേസുകൾ ഉയർത്തിയാണ് അക്കാലത്ത് LDF പ്രചരണം നടത്തിയത്. LDF അധികാരത്തിലെത്തിയാൽ അഴിമതി തൂത്തെറിയും എന്നതായിരുന്നു LDFിൻ്റെ മുദ്രാവാക്യം. അഴിമതിക്കാരെ ജയിലഴിക്കുള്ളിൽ അടയ്ക്കുമെന്നും അന്ന് പിണറായി വിജയൻ പ്രസംഗിച്ചിരുന്നു. അഴിമതിയുടെ പേരിൽ ഒരുപക്ഷെ ജയിലിലടയ്ക്കപ്പെട്ട ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ ബാലകൃഷ്ണപിള്ളയായിരിക്കാം. അതിനൊരൊറ്റ കാരണം മാത്രം, VS അച്യുതാനന്ദൻ എന്ന പോരാളി. എന്നാൽ 2016 അധികാരത്തിലേറിയ പിണറായി വിജയൻ UDF നേതാക്കളെ വേട്ടയാടിയില്ല എന്ന് മാത്രമല്ല, അന്ന് ഏറെ അഴിമതി ആരോപണം ഉയർന്നു കേട്ട കശുവണ്ടി ഇടപാട്, R ചന്ദ്രശേഖരൻ എന്ന INTUC നേതാവിനെതിരെ പിണറായി വിജയൻ ചെറുവിരൽ പോലും അനക്കിയില്ല. ചന്ദ്രശേഖരനെതിരെ ഉയർന്ന വലിയ അഴിമതി ആരോപണം മൂടിവെക്കാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തിയത്. അതിനു പിന്നിൽ ചില അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്ന് കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും പകൽ പോലെ വ്യക്തം. ഒരു പതിറ്റാണ്ട് മുഖ്യ ഫയൽ, കേരളത്തെ പിടിച്ചുകുലുക്കിയ കശുവണ്ടി വികസന കോർപ്പറേഷനിലെ കോടികളുടെ അഴിമതി ഫയൽ അങ്ങനെ മുക്കപ്പെട്ടു. ആ പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി പിണറായി വിജയന്റെ കാലത്ത് നൽകിയില്ല. ഒന്നും രണ്ടുമല്ല, ഒരു പതിറ്റാണ്ട് ആ ഫയലുകൾ പിടിച്ചു വയ്ക്കാൻ അന്ന് R ചന്ദ്രശേഖരനെ പോലൊരു കോൺഗ്രസ് നേതാവിന് കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി ചുവപ്പ് നാടയിലും രാഷ്ട്രീയ സമ്മർദ്ദത്തിലും കുടുങ്ങിക്കിടന്ന ഒരു ഫയൽ ഇപ്പോഴിതാ പൊടുന്നനെ ഫയലിനും ജീവൻ വെച്ചിരിക്കുന്നു. VD സതീശൻ എന്ന മുഖ്യമന്ത്രി ആ ഫയൽ വെളുപ്പിച്ചു വരുത്തി പ്രോസിക്യൂഷൻ അനുമതി നൽകി. INTUCയുടെ പ്രസിഡന്റാണ് R ചന്ദ്രശേഖരൻ. തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ കാര്യം സർക്കാർ ഹൈക്കോടതി ഔദ്യോഗികമായി അറിയിക്കും. ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിഷയത്തിൽ രൂക്ഷമായി പ്രതികരിച്ചിരുന്നു. ഇതോടെ ഈ വിഷയത്തിൽ അപകടം മണത്തു UDF സർക്കാരിന്. സ്വന്തം മുന്നണിയിലെ ഒരു പ്രമുഖ നേതാവാണ്, എന്നാൽ അഴിമതിക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടാണിപ്പോൾ VD സതീശൻ കൈക്കൊണ്ടിരിക്കുന്നത്. ഇത് ചില കോൺഗ്രസ് നേതാക്കളെ അസ്വസ്ഥരാക്കുന്നുവെങ്കിലും കൃത്യമായ ഒരു മെസ്സേജാണ് പാർട്ടിയിലും VD സതീശൻ നൽകുന്നത്. അഴിമതിക്കാരെ സംരക്ഷിക്കില്ല എന്ന മുഖ്യമന്ത്രിയുടെ കർശന നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നു. ഈ കേസിൽ INTUC സംസ്ഥാന പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ R ചന്ദ്രശേഖരൻ, കാന്തി ബോർഡ് മുൻ സെക്രട്ടറി ഡോക്ടർ KA രതീഷ് എന്നിവരുൾപ്പെടെ പ്രമുഖരാണ് പ്രതിപ്പട്ടികയിലുള്ളത്. നേരത്തെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പിടിവലിയുണ്ടായപ്പോൾ അന്ന് രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ച വ്യക്തിയാണ് ചന്ദ്രശേഖരൻ. ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ പലവട്ടം ശ്രമങ്ങളുണ്ടായി. എന്നാൽ പിണറായി വിജയൻ നേരിട്ടിടപെട്ട് അത്തരം നീക്കങ്ങൾക്ക് തടയിടുകയായിരുന്നു. ഒടുവിൽ ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനങ്ങൾ, കടുത്ത നടപടികളിലേക്ക് ഹൈക്കോടതി കടക്കും എന്നീ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. 2007 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിലാണ് അന്ന് കോടാനുകോടി രൂപയുടെ വലിയ തട്ടിപ്പുകൾ നടക്കുന്നത്. മുൻ ഇടതുഭരണകാലത്ത് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് ഹനീഷ് പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി നൽകണമെന്ന ശക്തമായ നിലപാടെടുത്തു. ഈ കേസിൽ അഴിമതി വ്യക്തമാണെന്നും വിചാരണ തടയുന്നത് നിയമപരമായി വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നും മുഹമ്മദ് ഹനീഷ് വാദിച്ചു. അപകടം മനസ്സിലാക്കിയ അന്നത്തെ വ്യവസായ മന്ത്രി P രാജീവും പ്രോസിക്യൂഷൻ അനുമതി നൽകണം എന്ന വാദഗതിക്കാരനായിരുന്നു. ഇത്തരമൊരു കേസ് വെച്ച് നീട്ടി പുലിവാല് പിടിക്കുന്ന സന്ദർഭത്തിലെത്തും എന്ന് P രാജീവ് തൻ്റെ അടുപ്പമുള്ളവരോട് പറഞ്ഞു. എന്തു വില കൊടുത്തും R ചന്ദ്രശേഖരനെയും മറ്റു പ്രതികളെയും സംരക്ഷിക്കാൻ അപ്പോൾ പിണറായി വിജയൻ നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നു. രാഷ്ട്രീയ അടിയൊഴുക്കുകളുടെ ഭാഗമായി CPM പാർട്ടി സെക്രട്ടേറിയറ്റ് ഇടപെട്ട് മന്ത്രിയുടെയും സെക്രട്ടറിയുടെയും ആവശ്യം തള്ളിക്കളഞ്ഞു. R ചന്ദ്രശേഖരൻ ഇതിനിടയിൽ CPMൽ ചേരും എന്നൊക്കെ ചില അഭ്യൂഹങ്ങളും പരന്നിരുന്നു. കോൺഗ്രസ് അനുകൂല തൊഴിലാളി സംഘടനയായ INTUC നേതാവ് R ചന്ദ്രശേഖരനെ എന്തുകൊണ്ട് പിണറായി വിജയൻ രക്ഷിച്ചു? കൗതുകകരമാണ് ഈ ചോദ്യത്തിനുത്തരം. രാഷ്ട്രീയമായ ചില വിട്ടുവീഴ്ചകളാണ് അന്ന് ഒന്നാം പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ചത് എന്ന അഴകുഴമ്പൻ വിശദീകരണം. കോർപ്പറേഷന്റെ തോട്ടന്റെ ഇറക്കുമതിയിൽ കോടികളുടെ അഴിമതിയും ക്രമക്കേടും നടന്നതായി വിജിലൻസും CBIയും ഒരുപോലെ കണ്ടെത്തി. UDF ഭരണകാലത്താണ് ഈ കൊടുംകൊള്ള നടന്നതെങ്കിലും അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും ഈ അഴിമതിയെക്കുറിച്ച് വ്യക്തതയുണ്ടായിരുന്നു. ഈ സംശയം പിന്നീട് പല രാഷ്ട്രീയ നേതാക്കളും ഉയർത്തി. പ്രോസിക്യൂഷൻ അനുമതി ഇങ്ങനെ അനിശ്ചിതമായി വൈകുന്നതിനെതിരെ ഹൈക്കോടതി ജസ്റ്റിസ് K ബദറുദ്ദീൻ ഇക്കഴിഞ്ഞ ദിവസം രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. കടുത്ത അതൃപ്തിയാണ് കോടതി വ്യക്തമാക്കിയത്.
ഈ കേസിൽ കടുത്ത നിലപാടുകളിലേക്ക് കോടതി കടക്കും എന്ന് പറഞ്ഞു വച്ചു. കോടതിയുടെ കർശന നിലപാടാണ് UDF സർക്കാർ കൂടുതൽ നിയമക്കുരുക്കുകളിലേക്ക് പോകാതെ വിഷയം വേഗത്തിൽ തീർപ്പാക്കാൻ ഇടവരുത്തിയത് എന്നൊരു വിശദീകരണമുണ്ട്. എന്നാൽ കോടതിയുടെ പിൻബലത്തിൽ സതീശൻ നടപ്പിലാക്കേണ്ട നീതി നടപ്പാക്കി എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. പുതിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി കെ ബിജു സമർപ്പിച്ച പുതിയ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ അനുമതി. അതാണ് പെട്ടെന്ന് പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കാനുള്ള കാരണം. ഈ കേസിൽ നേരത്തെ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ആകെ അസ്വസ്ഥനായിരുന്നു. കോൺഗ്രസ് നേതാവിനെതിരെ തൻ്റെ ഭാഗത്തു നിന്ന് ചില നീക്കങ്ങളുണ്ടായാൽ വലിയ വിമർശനങ്ങൾക്ക് അത് ഇടവരുത്തും എന്ന് PK കുഞ്ഞാലിക്കുട്ടി ഭയപ്പെട്ടിരുന്നു. എന്നാൽ കുഞ്ഞാലിക്കുട്ടിയെ മറികടന്ന് മുഖ്യമന്ത്രി തന്നെ വിഷയത്തിൽ കർശന നിലപാടെടുത്തു. സ്വന്തം പാർട്ടിയുടെയും മുന്നണിയുടെയും ഒരു സമുന്നത നേതാവാണ് ചന്ദ്രശേഖരൻ. ചന്ദ്രശേഖരനെതിരെ ഒരു നിലപാടെടുക്കുമ്പോൾ പാർട്ടിയിൽ വിമർശനങ്ങൾ ഉണ്ടാകുമോ എന്ന് ഭയന്നില്ല VD. ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തുടർന്നും കൈക്കൊള്ളും എന്ന് പാർട്ടിയോട് സതീശൻ വ്യക്തമാക്കുന്നു. സ്വന്തം നേതാവിനെ കോടതിയുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇമേജ് സൃഷ്ടിക്കണോ എന്ന് പാർട്ടിയിൽ തന്നെ വിമർശനം ഉന്നയിക്കുന്നവരുണ്ട്. എന്നാൽ ഈ കേസിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കണം. ഈ കേസ് എത്രമാത്രം അഴിമതി ദുർഗന്ധപൂരിതമായിരുന്നുവെന്ന്. കോർപ്പറേഷനിലേക്ക് ഗുണനിലവാരമില്ലാത്ത തോട്ടണ്ടി ഉയർന്ന വിലയ്ക്ക് ഇറക്കുമതി ചെയ്തത് വഴി പൊതുഖജനാവിന് കോടികളുടെ നഷ്ടമാണ് അന്ന് ചന്ദ്രശേഖരനും കൂട്ടരും വരുത്തിവെച്ചത്. ഉദ്യോഗസ്ഥരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയുള്ള യൂണിയൻ നേതാക്കളും ഒത്തുകളിച്ചതാണ് ഈ കൊള്ളയ്ക്ക് പിന്നിലെ യഥാർത്ഥ വസ്തുത. വിചാരണ നടപടികളിലേക്ക് കടക്കാൻ ഭരണകൂടത്തിന്റെ അനുമതിപത്രം അത്യാവശ്യമായത് മാത്രമാണ് ഇതുവരെ കേസിൽ കുറ്റപത്രം കോടതിക്ക് മുന്നിലെത്താൻ വൈകാനിടവരുത്തിയത്. തിങ്കളാഴ്ച ഈ കേസ് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തും. സർക്കാരിന്റെ സുപ്രധാന തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കുന്നതോടെ പ്രതികൾ കുടുങ്ങും. അങ്ങനെ 10 വർഷമായി ഇഴഞ്ഞു നീങ്ങിയ കേസിൽ ചില നാടകീയ വഴിത്തിരിവുകൾ. ഇടതു സർക്കാർ രാഷ്ട്രീയ കാരണങ്ങളാൽ മാറ്റിവെച്ച വലിയൊരു അഴിമതി കേസ്. എന്നാൽ വലത് സർക്കാർ അധികാരത്തിൽ വന്നയുടൻ സ്വന്തം ആളാണ് എന്ന് മനസ്സിലാക്കിയിട്ടും കർക്കശ നിലപാടെടുക്കുന്നു. പ്രോസിക്യൂഷൻ അനുമതി ലഭിക്കുന്നതോടെ പ്രതിപ്പട്ടികയിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരും തൊഴിലാളി നേതാക്കളും കോടതിക്ക് മുന്നിൽ മറുപടി പറയേണ്ടി വരും. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ കേസിൽ ഇക്കഴിഞ്ഞ ദിവസം വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മുഹമ്മദ് ഖനീഷിനെ എടുത്തൊടുത്തിരുന്നു ഹൈക്കോടതി. കടുത്ത പ്രതികരണമാണ് ഹൈക്കോടതി നടത്തിയത്. കോടതിയിൽ ഹാജരാകാതെ മുങ്ങിയാൽ ഇവിടെ എത്തിക്കാനുള്ള നടപടികളെടുക്കും എന്ന് കോടതി അന്ന് സൂചിപ്പിച്ചു. ഒടുവിൽ തിങ്കളാഴ്ച കോടതിയിൽ നേരിട്ട് ഹാജരായില്ലെങ്കിൽ നിയമപ്രകാരം കോടതിയിൽ എത്തിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് കോടതിയുടെ പരാമർശം. ജസ്റ്റിസ് ബദറുദ്ദീൻ ശക്തമായ ഭാഷയിലാണ് താക്കീത് നൽകിയത്. ഈ കോടതിക്ക് മുൻപാകെ ഹാജരാകാൻ മുഹമ്മദ് ഖനീഷ് കാണിക്കുന്ന വിമുഖതയിൽ അങ്ങേയറ്റം അതൃപ്തി രേഖപ്പെടുത്തുന്നു. കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകുന്ന കാര്യത്തിൽ ജൂലൈ 2 തീരുമാനമെടുക്കാൻ കേസിൽ പുതുതായി കക്ഷി ചേർന്ന കശുവണ്ടി വികസന വകുപ്പ് സെക്രട്ടറി കെ ബിജുവിനും കോടതി നിർദ്ദേശം നൽകി. എന്നാൽ ജൂലൈ 2 വരെയൊന്നും അവർ കാത്തിരുന്നില്ല. കേസിലെ പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നതിൽ 3 തവണയും അനുമതി നിഷേധിക്കപ്പെട്ടതോടെയാണ് കോടതിയലക്ഷ്യ നടപടികൾ തുടങ്ങിയത്. CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നത് വീണ്ടും പരിഗണിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ്. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിൽ മുഹമ്മദ് ഖനീഷ് നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് നേരത്തെ തള്ളിക്കളഞ്ഞു. ഈ ഉത്തരവുണ്ടായിട്ടും മുഹമ്മദ് ഖനീഷ് ഇക്കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരായില്ല. ഇതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. ബജറ്റ് സംബന്ധമായ തിരക്കുകൾ തിരുവനന്തപുരത്തുണ്ട് എന്നാണ് സർക്കാർ ഹൈക്കോടതി അറിയിച്ചത്. എന്നാൽ നേരത്തെ കേസ് പരിഗണിച്ച വേളയിൽ മുഹമ്മദ് ഖനീഷ് ഹാജരായില്ല എന്ന കാര്യം കോടതി ചൂണ്ടിക്കാട്ടി. കോടതിയോട് കളിക്കാൻ നിൽക്കരുത്, ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഹാജരാകാൻ ഉത്തരവിടുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇതിനിടയിൽ കശുവണ്ടി വികസന വകുപ്പുമായി ബന്ധപ്പെട്ട ചുമതല മാറിയ വിവരം കോടതി അറിയിച്ചു. തുടർന്നാണ് കേസിൽ 2ാം കക്ഷിയായി ചേർക്കപ്പെട്ട കെ ബിജുവിനോട് പ്രോസിക്യൂഷൻ അനുമതി നൽകുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കാൻ കോടതി ആവശ്യപ്പെട്ടത്. ഇതിനി അധിക സമയമൊന്നും നൽകില്ല, അതിനുശേഷം സമയം നീട്ടി നൽകില്ല എന്ന് കോടതി തീർത്തു പറഞ്ഞു. ഉത്തരവ് പാലിക്കാതിരുന്നാൽ വകുപ്പ് സെക്രട്ടറിക്കെതിരെയും കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ വ്യക്തമാക്കി. ഇതോടെ ബിജുവും എയറിലായി. CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നതോടെ കശുവണ്ടി കേസ് പുതിയൊരു വഴിത്തിരിവിലെത്തും. CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി
അനുമതി നൽകുന്നത് പരിഗണിക്കണമെന്ന് സിംഗിൾ ബെഞ്ച് ഇക്കഴിഞ്ഞ ഏപ്രിൽ 10 ഉത്തരവിട്ടിരുന്നു. ഒപ്പം തുടർച്ചയായി അനുമതി നിഷേധിച്ച കോടതിയലക്ഷ്യ കേസിൽ മുഹമ്മദ് ഹനീഷ് നേരിട്ട് കോടതിയിലെത്തണമെന്നും കോടതി ഉത്തരവിറക്കിയിരുന്നു. ഇതിനെതിരെ മുഹമ്മദ് ഹനീഷ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നാണ് ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ മുഹമ്മദ് ഹനീഷ് അഭ്യർത്ഥിച്ചത്. എന്നാൽ ഡിവിഷൻ ബെഞ്ച് ഈ അപ്പീൽ തള്ളിക്കളഞ്ഞു. 2006-2015 കാലഘട്ടത്തിൽ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ അസംസ്കൃത കശുവണ്ടി ഇറക്കുമതിയിൽ കോടികളുടെ അഴിമതി. അതാണ് കോടതിയെ ഇത്രയധികം ചൊടിപ്പിച്ചത്. കോടികളുടെ അഴിമതിയും ഫണ്ട് ദുരുപയോഗവും നടന്നു എന്നാണ് CBIയുടെ കണ്ടെത്തൽ. നടപടിക്രമങ്ങളിലെ പ്രശ്നങ്ങൾ മാത്രമാണ് CBI കണ്ടെത്തലുള്ളത് എന്ന് സർക്കാർ വാദിക്കുന്നു. നടപടിക്രമങ്ങളിലെ ചില പിഴവുകളുടെ പേരിൽ അനുമതി നൽകാനാവില്ല എന്നതായിരുന്നു പിണറായി വിജയൻ സർക്കാരിന്റെ നിലപാട്. ഒടുവിൽ കോടതിയോട് കളിക്കാൻ നിന്നില്ല VD സതീശൻ. പ്രോസിക്യൂഷൻ അനുമതി നൽകിക്കൊണ്ട് സ്വന്തം പാർട്ടി നേതാവിനോട് CBIക്ക് മുന്നിൽ കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുതന്നെയാണ് ഈ കേസിലെ ഏറ്റവും വലിയ ഹൈലൈറ്റും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.